നാടിന്റെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടുകൊണ്ട് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് പുത്തനങ്ങാടിയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും കൂടുതൽ മികച്ചതും അത്യാധുനിക ബാങ്കിംഗ് സേവനങ്ങളും ഉറപ്പാക്കി പ്രവർത്തനം ആരംഭിച്ച സംരംഭം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നാടിന് സമർപ്പിച്ചു. ജനങ്ങളുടെ വിശ്വാസവും ഡയറക്ടർ ബോർഡിലെ ഭരണസമിതിയുടെ ജനങ്ങളുടെ വിശ്വാസവുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കരുത്ത് എന്ന് പറയും. ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ നൽകുന്നത് ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രത്യേകിച്ച് സഹകരണ ബാങ്ക്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ബാങ്കാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ശാഖ പുത്തനങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. JB മാളിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തനങ്ങാടി മേഖലയിലെ നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും കൂടുതൽ മികച്ചതും ആധുനികവുമായ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബ്രാഞ്ച് നവീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉപഭോക്തൃ സൌഹൃദ സംവിധാനങ്ങൾ, നവീന ബാങ്കിംഗ് സൌകര്യങ്ങൾ, സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പുതിയ ക്രമീകരണങ്ങൾ എന്നിവയും ബാങ്കിൽ ഒരുക്കിയിട്ടുണ്ട്. മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞളാംകുഴി അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു, ബാങ്ക് സെക്രട്ടറി K പ്രീതി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം C സുകുമാരൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് മെമ്പർമാരായ അനിൽ പുലിപ്ര, ഹാരിസ് കളത്തിൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു. ബാങ്ക് ഓരോരോ പാർട്ടികൾ ചവിട്ടി കയറി ഇന്ന് കേരളത്തിൽ തന്നെ നല്ലൊരു ബാങ്കായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ ഉഷാറായിട്ട് മുൻകാലങ്ങളിൽ എന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനേക്കാൾ ഉഷാറായിട്ട് നമ്മുടെ അങ്ങാടിപ്പുറം ബാങ്ക്. പക്ഷെ പെരിന്തൽമണ്ണ ടൗണായി, ടൗണാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം ആൾക്കാർ പിന്നെ ആ ഭാഗത്താണുണ്ട്. അതുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ കൂടുതൽ നടന്നു. എന്നിരുന്നാൽ ഇവിടെ മോശമല്ല, 262 കോടി രൂപയോളം ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. 262 കോടി രൂപ അങ്ങാടിപ്പുറത്തുള്ള ഒരു ചെറിയ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴേ അതൊരു വലിയ സംഖ്യ തന്നെയാണ്. ഒരു സംശയമാണ്. ആളുകൾക്ക് ഏറ്റവും ഇടപെടാൻ എളുപ്പത്തിൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെ എല്ലാ കാലത്തും വ്യത്യസ്തമാക്കുന്നത്. പുത്തനങ്ങാടിയിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രതീക്ഷയായി കൂടി തന്നെയാണ് വരുന്നത്. ഈ പ്രദേശത്തെ സാധാരണക്കാരന് തണലുമായിട്ടുള്ള ഒരു വലിയ ധനകാര്യ സ്ഥാപനമാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സാധാരണക്കാരൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാലത്തും നിലനിന്നിരുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മറ്റു ബാങ്കുകളിലെ ആളുകൾ വരുമ്പോൾ നമ്മൾ അവരോട് പറയാറ് ഞങ്ങൾക്കൊരു ബാങ്കുണ്ട് എന്ന അഭിമാനത്തോടു കൂടിയാണ് പറയാറ്. ഈ ബാങ്കിലും നമ്മുടെ പുതിയ ബ്രാഞ്ചിന് പുത്തനങ്ങാടി നവീകരിച്ച ബ്രാഞ്ചിനും അത്തരത്തിൽ ആളുകളെ കരുത്താനായിരുന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വളർച്ചക്കൊപ്പം നിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.